الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ
വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവലോക സിട്ടാവ് മനുഷ്യരെ ഒരു പ്രതിനിധി എന്നോളമാണ്, ഒരു ഖലീഫ എന്നോളമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഖലീഫ, പ്രതിനിധി എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് പിറകെ മറ്റൊരാൾ വരിക എന്നതാണ്. ഇപ്പൊ ഖിലാഫത്ത്, ഭരണം നടത്തിയ ഖുലഫാ ഉർ റാഷിദീൻ എന്നറിയപ്പെടുന്ന നമ്മൾ ഭരണം നടത്തിയ ആളുകൾക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ അവരെ വിളിക്കുന്ന പേരാണ്, പ്രവാചകന് ശേഷമുള്ള 4 ഭരണാധികാരികൾക്ക് സൂചിപ്പിച്ചത് ഖലീഫ, ഖുലഫ എന്നുള്ള പദമാണ്. അള്ളാഹു മാനവവർഗത്തെ, മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുമ്പോൾ തന്നെ മാലാകന്മാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാനിതാ ഭൂമിയിൽ ഖലീഫമാരെ, പ്രതിനിധികളെ നിശ്ചയിക്കാൻ പോകുന്നു. ഖലീഫ എന്ന് പറഞ്ഞാൽ പിൻഗാമി, അനന്തരഗാമി, പ്രതിനിധി എന്നൊക്കെയാണ് അർത്ഥം. മാറി മാറി വരുന്ന അധികാരവും ഉത്തരവാദിത്വവും ഏൽപ്പിക്കപ്പെടുന്നവൻ. യഥാർത്ഥത്തിൽ പടച്ച റബ്ബാണ് ഏറ്റവും വലിയ രക്ഷാധികാരിയും അതുപോലെ തന്നെ അധികാരിയും. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ മുൽക്ക് എന്നാണ്, അധികാരം എന്നാണ്, രാജാധികാരം എന്നാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രാജാധികാരം ആരുടെ കയ്യിലാണോ അവൻ അനുഗ്രഹീതനായിരിക്കുന്നു. അപ്പൊ യഥാർത്ഥ അധികാരിയും യഥാർത്ഥമായ ഉടമസ്ഥനും റബ്ബാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മുൻകഴിഞ്ഞ സമൂഹത്തിൽ പല രാജാക്കന്മാരും അധികാരികളും ഉണ്ടായിട്ടുണ്ട്. ഫറോവമാരും നമ്രൂദുമാരും ഹാമാനുമാരും മുമ്പ് അധികാരത്തിന്റെ കസാരകളിൽ ഇരുന്നിട്ടുണ്ട്. ആധുനിക ലോകത്തിലാണെങ്കിൽ ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ അധികാരത്തിന്റെ കസാരയിൽ ഇരുന്ന് ചരിത്രത്തിൽ ഇടം നേടിയ ആളുകളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. അധികാരം എന്നത് സ്ഥിരമായി നിൽക്കില്ല എന്നാണ്, മാറി മാറി വരുന്നാണ്. ആ അധികാരത്തിന്റെ ദിനങ്ങൾ, ആ അധികാരത്തിന്റെ ദിവസങ്ങൾ, ടേമുകൾ ജനങ്ങൾക്കിടയിൽ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അധികാരത്തിന്റെ കസാരയിൽ ഇരിക്കുന്ന ആളുകൾ മാറി മാറി വരുമെന്ന് ഖുർആൻ പറയാ. അങ്ങനെ മാറുമ്പോ എന്താണ് മാറ്റം? പുതുതായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു മത്സര ബുദ്ധി ഉണ്ടാകും, നേതാക്കന്മാർക്ക് ഉത്തരവാദിത്വം ഉണ്ടാകും, നീതിബോധമുണ്ടാകും, ജനോപകാര കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകും, ഒരു വെറൈറ്റി. അത് കാലത്തിന്റെ തേട്ടമാണ്, കാലത്തിന്റെ ഒഴുക്കാണ്, അള്ളാഹുവിന്റെ നടപടിയാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പല പ്രവാചകന്മാരും ആ പ്രവാചകന്മാർക്ക് നുബൂവത്ത് കിട്ടിയതിന് പുറമെ അവർക്ക് രാജ്യത്തിന്റെ അധികാരവും ഭരണത്തിന്റെ അധികാരവും സൈനിക നേതൃത്വവും സാമ്പത്തികമായ അധികാരവും ഒക്കെ കൊടുത്തതായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പടച്ച തമ്പുരാൻ പറയുകയാണ്, അള്ളാഹു അദ്ദേഹത്തിന് അധികാരവും അറിവും നൽകി. രണ്ടും വേണം. അധികാരം മാത്രം പോരാ, അതെങ്ങനെ നയിക്കണം, എങ്ങനെ ഭരണം നടത്തണമെന്ന് കൃത്യമായിട്ടുള്ള അറിവും ബോധവും വിവേകവും പരോപകാര
ചെയ്യുവാനുള്ള സന്മനസ്സും വേണം. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സബൂർ എന്ന വേദഗ്രന്ഥം നൽകപ്പെടുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ശക്തനായ ന്യായാധിപതിയായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന് പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള ഒരു മഹനീയമായിട്ടുള്ള ഒരു സൗഭാഗ്യം, അദ്ദേഹത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം നൽകിയ ഇരുമ്പിനെ അദ്ദേഹത്തിന് മൃദുലമുള്ളതാക്കി മാർദ്ദവമുള്ളതാക്കി മാറ്റുന്ന ബിൽഡിങ്ങുകളായാലും വാഹനങ്ങളായാലും അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളായാലും ഫാക്ടറികളിലായാലും ഇരുമ്പിനുള്ള സ്ഥാനം എത്രത്തോളം എന്ന് നമുക്കറിയാം. ആ ഇരുമ്പിനെ മാർദ്ദവമുള്ളതാക്കി മാറ്റി അദ്ദേഹത്തിന്റെ കൈപ്പാട്ട് വരുന്ന രൂപത്തിൽ വശപ്പെടുത്തി കൊടുത്തു എന്ന് ഖുർആൻ പറയുകയാണ്. ഇനി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനും അധികാരവും സാമ്രാജ്യത്വവും നൽകിയ ഖുർആൻ തന്നെ എടുത്തു പറയുന്നു, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്കും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്കും ധാരാളം അനുഗ്രഹങ്ങൾ ഞാൻ ദാനം നൽകിയിട്ടുണ്ട്. നിഅമൽ അബ്ദു, എത്ര നല്ല അടിമയാണ് അവര്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രവാചകനായിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രവാചകനും അതുപോലെ തന്നെ രാജാവുമായിരുന്നു. ബാപ്പയും മകനും രാജാക്കന്മാരായിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ധാരാളം അനുഗ്രഹങ്ങള്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൈന്യത്തിൽ പട്ടാളക്കാരായി മനുഷ്യർ മാത്രമായിരുന്നില്ല, ജിന്നുകൾ ഉണ്ടായിരുന്നു, പക്ഷികൾ ഉണ്ടായിരുന്നു. പല അനുഗ്രഹങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് നൽകി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പോസ്റ്റ്മാൻ മെസ്സേജ് കൊടുത്തയച്ചത് ഹുദുദ് എന്ന മരംകൊത്തി വശമായിരുന്നു എന്നും ബൽഖീസ് രാജ്ഞിക്കുള്ള മെസ്സേജുമായി പോയെന്നും വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന് മധ്യേ വഇന്നഹു മിൻ സുലൈമാന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരു ബിസ്മിയുടെ പരാമർശം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സബയിലുള്ള ബൽഖീസ് രാജ്ഞിക്ക് അയച്ച മെസ്സേജിന്റെ ഇൻഡെക്സ് ആണ്, മെസ്സേജിന്റെ തുടക്കമാണ്. ഇവിടെ പോസ്റ്റ്മാൻ ആയിട്ട് ആരുള്ളത്? ഹുദൂദാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് പുറമെ ജിന്നുകളെ പോലും കീഴ്പ്പെടുത്തി പണിയെടുത്തിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഊന്നുപിടിയിൽ ചാരി നിൽക്കെ അദ്ദേഹം മരിച്ചുപോയി. ഒരാളും അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ വടിയിൽ ചാരി നിൽക്കുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മുന്നിൽ കണ്ട് പണിയെടുക്കുന്ന ജിന്നുകള്, മനുഷ്യന്മാര്. പക്ഷേ ആര് മാത്രം അറിഞ്ഞു? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു എന്ന് തിരിച്ചറിഞ്ഞത് ചെതലാണെന്നാണ്. അദ്ദേഹം ഊന്നിപ്പിടിച്ച വടിയുടെ അടിഭാഗം കാർന്നു തരികയും അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി മറിഞ്ഞുകൂടി എന്ന് വിശുദ്ധ വചനങ്ങൾ ഉറപ്പെടുത്തുകയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്, റബ്ബി ഹബിലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ഒരാൾക്കും കിട്ടാത്ത അധികാരം എനിക്ക് നൽകണമേ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു അത് നൽകി എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, അധികാരത്തിന്റെ കസാരകളിൽ പ്രവാചകന്മാർ പോലും ഇരുന്നിട്ടുണ്ട് എന്നാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നിങ്ങൾ ആലോചിക്കണം, എവിടുന്നാണ് ശത്രുതയും വെറുപ്പിന്റെയും നാളം സ്വന്തം കുടുംബത്തിൽ നിന്നും സ്വന്തം കൂടപ്പിറപ്പുകളുടെ ഇടയിലാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടത് സ്വന്തം കൂടപ്പിറപ്പുകളാ. കണ്ട സ്വപ്നം തന്റെ സഹോദരന്മാർക്ക് നിങ്ങളുടെ സഹോദരനോട് കൂടപ്പിറപ്പുകളോട്
ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒന്നിച്ചു കഴിഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ ഒരേ ഗർഭാശയത്തിൽ കഴിഞ്ഞ ആളുകളോട് പറയരുത്. അവർ അടവുകൾ പ്രയോഗിച്ചില്ലേ? ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അദ്ദേഹം ചെയ്യാത്ത ശിക്ഷയുടെ പേരിൽ വർഷങ്ങളോളം ജയിലടക്കപ്പെടുകയും ജയിലിൽ നിന്ന് മോചിതനായി രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുകയും അവസാനം ഈജിപ്തിലെ ഭക്ഷ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സഹോദരന്മാർ കൊല്ലണമെന്ന് വിചാരിച്ച ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തേക്ക് അഭയാർത്ഥികളായി, ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളായി അവർ വരികയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട സ്വപ്നത്തിന്റെ സാഫല്യം എന്നോണം 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പ്രണാമം ചെയ്യുന്ന രംഗം ആ ചെറുപ്പത്തിൽ കണ്ട ആ സ്വപ്നത്തെ അന്യർത്ഥമാക്കുന്ന രൂപത്തിൽ സഹോദരന്മാരും ഉപ്പയും ഉമ്മയും, ഉപ്പയെയും ഉമ്മയെയും സൂര്യനെയും നക്ഷത്രങ്ങളായി സഹോദരനെയും ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹം കണ്ട സ്വപ്നം സഫലമായി. നമ്മുടെ വിഷയം അതല്ല. പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ ആ സഹോദരൻ രാജാവിന്റെ ഏറ്റവും അടുത്ത ആളായി മാറുകയും ഭക്ഷ്യമന്ത്രിയായി മാറി. അദ്ദേഹം ചെയ്യുന്ന അധികാരത്തിന്റെ കസാരകളിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കണം, അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യാൻ മടിയില്ലാത്ത മുഴുവൻ ആളുകളും മനസ്സിലാക്കണം. എന്ത് ചെയ്തത്? വരാനിരിക്കുന്ന ഒരു ക്ഷാമത്തെ, വരാനിരിക്കുന്ന ഒരു പട്ടിണിയെ അതിജയിക്കുവാനുള്ള വെൽ പ്ലാനിങ്ങോടുകൂടി ആ ക്ഷാമത്തെ അതിജയിച്ചുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയും അതുപോലെ സുരക്ഷയും ഉണ്ടാകാൻ അധികാരത്തിലുള്ള ഒരാൾ ശ്രമിക്കണം എന്നതിന്റെ ചൂണ്ടുവല. ഇന്ന് അധികാരത്തിലുള്ള ആൾക്കാർ എന്താണ്? ഖജനാവ് കൊള്ളടിക്കുക. തങ്ങളുടെ കാലം കഴിഞ്ഞാലൊക്കെ ശൂന്യായിട്ട് അടുത്തുള്ള ആളുകൾക്ക് ഒന്നും വെക്കാതെ കടത്തിന്റെ കെണിയും കടത്തിന്റെ ഭാണ്ഡാരവും വലിച്ചെറിയുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കണം, ജനങ്ങൾക്ക് നന്മ കിട്ടണം. തെരഞ്ഞെടുപ്പിന്റെ ചൂട, തന്റെ സ്ഥാനാർത്ഥികൾ അധികാരത്തിൽ വരണമെന്ന് ഓരോ കക്ഷികളും ആഗ്രഹിക്കുന്നു, പ്രയത്നിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന് ആരെങ്കിലും ഒരാളെ ജയിപ്പിക്കണമെന്നുള്ള വാദമോ നിർദ്ദേശങ്ങളോ ഇല്ല. നമുക്ക് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം, മനസ്സിന്റെ തേട്ടം എന്താണോ എന്ന് അത് ചെയ്യുന്നതിലപ്പുറം ഈ മിമ്പർ മറ്റുള്ള കാര്യത്തിന് ഞാൻ വിനിയോഗിക്കുന്നില്ല എന്ന് കൂട്ടത്തിൽ ചേർത്തി പറയട്ടെ. അപ്പോഴേ അധികാരം കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ വർഗത്തിന് താലൂത്ത് എന്ന ഒരു രാജാവിനെ നിശ്ചയിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് താലൂത്തിനെ ഒരു രാജാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹം ദരിദ്രനാണ്, സാമ്പത്തിക ശേഷിയില്ല. പക്ഷേ താലൂത്തിനുള്ള ക്വാളിറ്റി എന്താ? അദ്ദേഹത്തിനുള്ള കഴിവെന്താ? ഒരു അധികാരത്തിന് ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണമെന്നുള്ളതിന്റെ ചൂണ്ടു പലകയാണ് ഖുർആൻ പറയുന്നത്. വസാദഹു, അദ്ദേഹത്തിന് അധികമായി കൊടുത്തു. ബസ്തതം ഫിൽ ഇൽമി, വിജ്ഞാനത്തിൽ വിശാലത നൽകുന്ന അറിവ് നൽകണം, വിദ്യാഭ്യാസം വേണം. വൽ ജിസ്മി, ചെയ്യാനുള്ള പ്രവർത്തിക്കാനുള്ള കായിക ശേഷി വേണമെന്ന, നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ചോര നീരാക്കി ജനസമൂഹത്തിലേക്ക് പ്രവർത്തിക്കാനുള്ള ശാരീരിക ക്ഷമത വേണമെന്ന് ഖുർആൻ പറയാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം ഫറോവക്ക് ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിന്റെ ഭരണത്തിന്റെ നേതൃത്വത്തിൽ വന്നു. നീ ആലോചിച്ച് നോക്കി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
മദീന സാമ്രാജ്യത്തിന്റെ, മക്ക സാമ്രാജ്യത്തിന്റെ, സൗദി അറേബ്യയുടെ രാജപദവിയിലെത്തുക, പ്രവാചകന്റെ കീഴിൽ വരിക. മദീനത്തു നബവി, പ്രവാചകന്റെ മദീന എന്നറിയപ്പെടുക. അതിന്റെ സ്ഥാപകൻ പ്രവാചകനാ. മക്കയും മദീനയും വിജയിച്ചടക്കി. എന്താണ് അധികാരികൾ ചെയ്യേണ്ടത്? പ്രവാചകനെ ദ്രോഹിച്ച, പ്രവാചകനെ മർദ്ദിച്ച, പ്രവാചകനെ നാടുകടത്തിയ, പ്രവാചകന് വിഷം കൊടുത്ത, പ്രവാചകന്റെ ഇഷ്ട അനുയായികളുടെ കരള് കടിച്ചെടുത്ത് തുപ്പിയ, ഇന്തടക്കമുള്ള വാഴ്ചയടക്കമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന മുഴുവൻ ആളുകളും പ്രവാചകന്റെ അധികാരത്തിന്റെ കസാരയ്ക്ക് മുമ്പിൽ വന്നു. അധികാരം കിട്ടുമ്പോൾ എങ്ങനെ വർത്തിക്കണമെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു. മക്ക വിജയിച്ചടക്കി, പതാക ചാർത്തിക്കൊണ്ട് പരിശുദ്ധ കഅബാലയത്തിലേക്ക് കയറി തവാഫ് ചെയ്ത് സത്യത്തിന്റെ പ്രഖ്യാപനത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കണം, ആളുകളൊക്കെ പറഞ്ഞു പേടിക്കവര് ഒന്നുമല്ലാതെ ആട്ടി ഓടിച്ച, ആരാധന സ്വാതന്ത്ര്യം പോലും ഹനിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലാണ് അധികാരം. എല്ലാവരും പറഞ്ഞു ആദാ യൗമുൽ മൽഹമ, നിറച്ചിന്റെ ദിവസ, ഇന്ന് പ്രതികാരത്തിന്റെ ദിവസ. എല്ലാവരും പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറഞ്ഞ വാചകം തങ്കലിപികളിലാൽ രേഖപ്പെടുത്തണം നമ്മള് ഖിയാമത്ത് വരെ. ഫദ്ഹബു ഫദ്ഹബു അൻതും തുലക, പോയിക്കൊള്ളുക. ഒരു പ്രതികാരവുമില്ല, ഒരു പകയുമില്ല, ഒരു ശത്രുതയുമില്ല. വൻതും തുലക, നിങ്ങളെല്ലാം സ്വതന്ത്രന്മാരാണ്. ഇത് ഏത് അധികാരിക്ക് പറയാൻ കഴിയാ? അധികാരം കിട്ടുമ്പോൾ പകരം വീട്ടാൻ, തന്റെ അനുയായികളുടെ ഈശ വീർപ്പിക്കാൻ, സ്വാധീനം കൂട്ടാൻ, ജോലികളിൽ ആളെയാക്കാൻ, അങ്ങനെ പലതും ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിലുള്ള മുഴുവൻ ഭരണാധികാരികൾക്കും പാഠമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമെന്ന് സഹോദരങ്ങള് നമ്മൾ മനസ്സിലാക്കണം. അധികാരങ്ങൾ മാറി മാറി വരും, സ്ഥാനാർത്ഥികൾ മാറി മാറി വരും. ആര് വരണമെന്നുള്ളത് ജനങ്ങളുടെ വോട്ടിന്റെ അന്ത്യ. ആര് വന്നാലും അവരെ ഉൾക്കൊള്ളാനുള്ള ഒരു സാമാന്യ മര്യാദയും ഹൃദയവിശാലും നമുക്ക് വേണം. സഹോദരങ്ങളെ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു വാചകം ഇവിടെ പ്രസക്തമാണ്. സൂറത്തു ആൽ ഇംറാനിലെ 26, 27 ആയത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശ്വാസിയുടെ മനോമുഖരത്തിൽ കുറിച്ചിടേണ്ട സന്ദേശമാണ്. കുൽ അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതുൻസിഉൽ മുൽക മിമ്മൻ തശാഉ. അധികാരം നൽകുന്നത് റബ്ബാണ്. എങ്ങനെ? അധികാരം നൽകുന്നത് റബ്ബാ. തുഅ്തിൽ മുൽക മൻ തശാഉ, റബ്ബ് ആരുദ്ദേശിച്ചുവോ അവർക്ക് അധികാരം കിട്ടും. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, അധികാരത്തിന്റെ കസാര നഷ്ടപ്പെടുമെന്ന് റബ്ബിന്റെ തീരുമാനമെങ്കിൽ അത് നഷ്ടപ്പെടുന്ന. വതുഇസ്സു മൻ തശാഉ, ആരെ പ്രതാപിയാക്കണമെന്ന് അല്ല തീരുമാനിക്കും. അല്ല ഉദ്ദേശിച്ചു പ്രതാപിയാകും. വതുദില്ലു മൻ തശാഉ, നിന്ദിക്കപ്പെട്ട, തന്നെ ജയിപ്പിച്ചു വിട്ട ആളുകളുടെ മധ്യത്തിൽ നിന്ദ്യനായി അഭിമാനക്ഷതം ഏൽക്കണമെന്ന് പടച്ചോ തീരുമാനിച്ചു. അവൻ ചെയ്ത ചെയ്തികളുടെ ഫലമാകാം അള്ളാന്റെ തീരുമാനമാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. ഒരു ഖുർആൻ പറയാ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, പടച്ചോനെ നീ എല്ലാത്തിനും കഴിവുള്ളവനാ. അധികാരം കൊടുക്കാനും അധികാരത്തിന്റെ കസാരകൾ വലിച്ചെറിയാനും കഴിവുള്ളവനാണ്. സഹോദരങ്ങളെ,
നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട, ഖുർആൻ ചേർത്തി പറയുന്ന ആയത്തുകള് അധികാരത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയാം, തൂലിജുൽ ലൈല ഫിൻ നഹാരി വതൂലിജുൻ നഹാര ഫിൽ ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ. നിങ്ങൾ കണ്ടോ? തൂലിജുൽ ലൈല ഫിൻ നഹാർ, രാത്രി പകലിൽ പ്രവേശിക്കും. എങ്ങനെ? രാത്രി പകലിൽ പ്രവേശിക്കും. വതൂലിജുൻ നഹാര ഫിൽ ലൈൽ, പകല് രാത്രിയിലും പ്രവേശിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കുന്ന അധികാരം മാറി വരുന്ന പോലെ, രാത്രി മാറി പോരുന്ന പോലെ ഖുർആൻ പറയാ അധികാരത്തിനെ പറ്റി. ഖുർആൻ പറഞ്ഞ ശേഷം പറയാ, നിർത്തിയില്ല. നിർജീവമായ വസ്തുവിൽ നിന്ന് ജീവനുള്ള വസ്തുക്കളെ അള്ളാഹ് ഉണ്ടാക്കും. മണ്ണൊന്നും ഉണ്ടാക്കിയില്ലേ ആദം നബിയെ അലൈഹി സ്വലാത്തു വസ്സലാമയെ? തിരിച്ചുണ്ട്. എന്താ? മരണപ്പെട്ടവരിൽ നിന്ന് മയ്യത്ത് ഉണ്ടാക്കും പഠിച്ചോനെ. രാത്രിയും പകലും മാറി വരുന്നത് പോലെ, മരണവും ജനനവും മാറി വരുന്നത് പോലെ അധികാരം മാറിക്കൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിന്റെ വാചകമാണ്. എന്നിട്ട് പടച്ചോൻ പറയാ, പടച്ചോൻ കരുതിയ ആളുകൾക്ക് വിശാലമായി കൊടുക്കും, ഭൂരിപക്ഷം കൊടുക്കും, ജനങ്ങളുടെ പിന്തുണ കൊടുക്കും. ധാരൂടി കരുതണം. ശ്രമിക്കാനും പ്രചരണം നടത്താനും വീട് വീടാന്തരം കയറിയിറങ്ങാനും കവല പ്രസംഗം നടത്താനും ഒക്കെ നമുക്ക് കഴിച്ചു. ഇത് അള്ളാന്റെ ഇടപെടലുണ്ട്. ഇതാണ് വിശ്വാസി മനസ്സിലാക്കേണ്ടത്. ഇതാണ് വിശ്വാസി മനസ്സിലാക്കേണ്ടത്. ഇത് വിശ്വാസമില്ലെങ്കിൽ ഖുർആനിൽ വിശ്വാസമില്ല, അള്ളാഹുവിൽ വിശ്വാസമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ആര് ഭരണത്തിൽ വന്നാലും തെരഞ്ഞെടുപ്പ് 11-ാം തീയതി കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് ഏത് സ്ഥാനാർത്ഥി അധികാരത്തിന്റെ കസാരയിൽ വന്നാലും നാട്ടിൽ സമാധാനം വേണം. മത്സരിക്കണ വരെ, ജയിക്കണ വരെ ഉള്ളൂ വലതും ഇടതും നടുവൊക്കെ. പിന്നെ ജയിച്ച സ്ഥാനാർത്ഥി ആ നാടിന്റെ മെമ്പറാ, ആ നാടിന്റെ സ്ഥാനാർത്ഥിയാ. തന്നെ ജയിപ്പിച്ച ആൾക്കാർക്ക് മാത്രമല്ല സേവനം ചെയ്യേണ്ടത്, തന്റെ വാർഡ് ഉൾക്കൊള്ളുന്ന വാർഡിലും തന്റെ പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിലും അതുപോലെ തന്നെ ജില്ലയിലും സംസ്ഥാനത്തിലും ഒക്കെ മുഴുവൻ ആളുകളുടെയും പ്രൊട്ടക്ഷനും സുരക്ഷയും ആ ജയിച്ച ആളുടെ കയ്യിലാണ് എന്ന് സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കണം. വർഗീയവാദികളാകരുത്, നിയമത്തെ കയ്യിലെടുക്കരുത്, വിദ്വേഷം പ്രചരിപ്പിക്കരുത്. ഉത്തരവാദിത്യ ബോധം വേണം. സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മുടെ രാഷ്ട്രപിതാവ് ഒരു ഭരണം ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അറേബ്യ സാമ്രാജ്യത്തിൽ ഭരണം നടത്തിയ ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ആ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഉറക്കിയില്ല അധികാരേറ്റപ്പം. അതുവരെ കൂർക്കം വലിച്ച് മാന്യമായി ഉറങ്ങിയിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങണില്ല. ഇന്ന് അധികാരം കിട്ടിയ ആളുകൾ AC-യിൽ ശീതീകരിച്ച റൂമിൽ കൂർക്കം വലിച്ചുറങ്ങുക. എന്താ അദ്ദേഹം പറഞ്ഞത്? വേഷപ്രച്ഛന്നനായി തന്റെ പ്രജകളുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടി രാജാവ് മറ്റൊരു കോലത്ത് വരിക. പാൽക്കായുടെ സംഭവം അറിയില്ലേ? അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ടൈഗ്രീസ് നദിയുടെ തീരത്ത് ഒരു ആടിൻകുട്ടി ഭക്ഷണം കിട്ടാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ, ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി തരും. ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അധികാരത്തിന്റെ കസാരയിൽ ഇരുന്ന്, ചില്ലുകൊട്ടാരത്തിൽ ഇരുന്ന് മറ്റുള്ള ആളുകൾക്ക്, ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ലെന്ന ഉമറുള്ളാന്റെ കാലഘട്ടത്തില് രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ജനങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അദ്ദേഹം നാട് ചുറ്റുന്ന സമയത്ത് ഒരു ടെന്റിൽ നിന്നും ഒരു കുട്ടിയുടെ കരച്ചിലേക്ക് അദ്ദേഹം അന്വേഷിച്ചു. എന്തിനാ കുട്ടി അറിയണത്? ഉമ്മ മുലകുടി നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, പാലിന് വേണ്ടി കരയാ. എന്തിനാണ് മുലകുടി നിർത്തുന്നത്? മുലകുടി നിർത്തിയ കുട്ടികൾക്ക് ഉമ്മറിന്റെ ഗവൺമെന്റ് അരി കൊടുക്കുള്ളൂ.
മുലകുടി മുലകുടി നിർത്തിയ കുട്ടികൾക്ക് ഭത്ത കിട്ടുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് ഖലീഫ ചെയ്തത്? പിറ്റേന്ന് മിമ്പറിൽ കയറി ഉമർ പറഞ്ഞു, എത്ര ചെറിയ കുട്ടികളെയാണ് ഉമറിന്റെ നിയമങ്ങൾ കൊണ്ട് ദ്രോഹിച്ചത്. അതുകൊണ്ട് ഇനി ജനിച്ചു വീഴുന്ന മുഴുവൻ കുട്ടികൾക്കും ഇനി റേഷൻ ഉണ്ടാകും. ഇങ്ങനെ ആകണം നേതാക്കന്മാര്, ഇങ്ങനെ ആകണം. ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന, ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാക്കുന്ന ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല. എല്ലാരും ഉൾക്കൊള്ളണം. നമ്മുടെ നാടിന്റെ വിരിമാറിൽ നിന്ന് ഇവിടെ ജനിച്ചു വീണ ആളുകളെ പുറത്തേക്ക് പോകുവാൻ ഗൂഢതന്ത്രങ്ങൾ ഉണ്ടാക്കി പലതും ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനല്ല, ഒരു ഭരണത്തിന്റെ സോപാനത്തിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഒന്നായി കാണണം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, ഒരൊറ്റ സമൂഹമായി കാണണം. ജാതി മത വിഭാഗ നിങ്ങൾക്ക് അതീതമായിട്ട് അധികാരത്തിന്റെ കസാരയിൽ നിൽക്കുന്ന ആളുകൾക്ക് കഴിയുന്ന ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സൂറത്ത് നൂറിലെ ഒരു ആയത്തിൽ നിങ്ങൾക്ക് അധികാരമാണോ? നിങ്ങളെ സ്ഥാനാർത്ഥി ജയിച്ചണോ? നിങ്ങൾക്ക് രാജാവാകണോ? ഒരു ഡിമാൻഡ് പഠിച്ചോൻ പറയണം. ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു ഖതീബ് എന്ന നിലയിൽ ഈ ആനുകാലിക പശ്ചാത്തലത്തിൽ ഇത് പറയുക എന്നത് എന്റെ ഉത്തരവാദിത്തം. എന്താ പറഞ്ഞത്? അള്ളാഹു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഇതാ വാക്കു തരുന്നു, ഉറപ്പ് തരുന്നു. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് അധികാരം കൊടുത്തതുപോലെ നിങ്ങൾക്കും ഞാൻ അധികാരം തരാം. അള്ളാന്റെ വാക്കാണ്. എങ്ങനെ? ദാവൂദ് നബിയെയും സുലൈമാൻ നബിയെയും മൂസാ നബിയെയും താലൂത്തിനെയും ഒക്കെ അധികാരത്തിൽ ഇരുത്തിയതുപോലെ നിങ്ങൾക്ക് ഞാൻ തരാം. ഒരു കണ്ടീഷൻ ഉണ്ട്. മാത്രമല്ല അല്ലാഹ് ചേർത്തി പറയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മതത്തിനുള്ള സ്വാധീനം, അഭിമാനം ഉയർത്തുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരും. എല്ലാ പേടികളും ഇല്ലാത്ത, നിർഭയത്വമുള്ള, സമാധാനമുള്ള, ഐശ്വര്യമുള്ള, സമ്പുഷ്ടിയുള്ള ഒരു കാലം ഞങ്ങൾക്ക് തരും. ആരാ ആഗ്രഹിക്കാത്തത്? സമാധാനം വേണ്ട, ക്ഷാമം അല്ലെ, ക്ഷാമല്ലാത്ത അല്ലെ ജനക്ഷേമം ഉണ്ടാകുന്ന കാലം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരുണ്ടോ? പടച്ചോൻ ഒരൊറ്റ കണ്ടീഷൻ അടിവറയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ശൈആ. നിങ്ങൾക്ക് അധികാരം തരണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷൻ, എന്നെ മാത്രം ആരാധിക്കും. അർത്ഥനയും പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും സാഷ്ടാംഗവും എല്ലാ റബ്ബിന് മാത്രം നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറായാൽ അധികാരത്തിന്റെ കസാരകളിൽ നിങ്ങൾ അറിയാതെ ഞാൻ ഇരുത്തുമെന്ന് അള്ളാഹുവിന്റെ വാക്കുണ്ട്. അപ്പം ഏകനായ പടച്ച തമ്പുരാനെ ആരാധിച്ചുകൊണ്ട്, അവന് സുജൂദിൽ വീണുകൊണ്ട്, അവനുമായി മാനസിക ബന്ധമുണ്ടാക്കിയാൽ അള്ളാഹു നാം ആഗ്രഹിക്കുന്ന പലതിലേക്കും നമ്മെ എത്തിക്കുമെന്നുള്ള ഒരു ഏറ്റവും മഹനീയമായ വചനം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. അള്ളാഹു നല്ല രൂപത്തിൽ നമ്മുടെ നാടിന് ജനക്ഷേമം കിട്ടുന്ന, നാട്ടിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്ന നല്ല നേതൃത്വത്തിൽ കൊണ്ടുവരാനുള്ള എല്ലാവിധ സാഹചര്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.